അപ്പോൾ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരുന്ന കൊച്ചിൻ വ്ളോഗിൻ്റെ പാർട്ട് 2 ഇതാ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി പാർട്ട് 2 കാണാം. ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് കിടക്കുന്നതിന് തൊട്ട് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സ്, ഇവിടുത്തെ ഓരോ കായലുകളും നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിനെ ആകർഷിപ്പിക്കുന്ന ഒരു കായലുകളാണ് ഓരോന്ന്. അതാണ് നമ്മുടെ ബ്യൂട്ടി ഓഫ് നേച്ചറാക്കി ഈ കൊച്ചിയൊന്ന് മാറ്റണത്. എന്ത് ഭംഗിയാണല്ലേ കാണാൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഫോൺ ക്യാമറയിലാണ് പിടിക്കുന്നതുകൊണ്ട് അതിൻ്റേതായ ചില പ്രോബ്ലംസും ചില ക്യാമറയുടെ ഷൂട്ടിങ്ങിൻ്റെ ചില ഇതൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ കാണുന്നത് കടങ്കാട്ട് പാലമാണ്. പിന്നെ ഞാൻ ഈ പറയുന്നത് വല്ല തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ നമ്മൾ ഒരുപാട് പാലം കയറി ഇറങ്ങുന്നുണ്ട്, അത് കാരണം വല്ലതും മാറിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ക്ഷമിക്കും. ഫ്രണ്ട്സ്, ഈ കാണുന്നത് ഇന്ത്യൻ മേരിടൈം യൂണിവേഴ്സിറ്റിയാണ്. ഇത് കൊച്ചിയിലാണ്. ഫ്രണ്ട്സ്, ഈ ഈന്തപ്പന മോഡലുള്ള ഈ തെങ്ങുകളൊക്കെ ഇവിടെ ഒരുപാടെണ്ണം ഉണ്ടായത് ഇതാണ്. പിന്നെ ഈ മണ്ടയ്ക്ക് ചീക്കും അഥവാ ഈ മണ്ടയ്ക്ക് കേടൊക്കെ പിടിച്ചിട്ട് ഇതൊക്കെ പോയി. ഇത് നിരന്നിരിക്കണ കാണാൻ നല്ല രസമായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഫ്രണ്ട്സ്, ആ കാണുന്നത് എറണാകുളം ടൗണിലുള്ള ബിൽഡിങ്സ് ആണ്. അത് ഇവിടെ ഇന്ന് നോക്കിയാൽ കാണാം. ഫ്രണ്ട്സ്, ഈ കാണുന്നത് ഫോൾക്ക് ലോർ മ്യൂസിയം ആണ്. കൊറോണ കാരണം കയറാൻ പറ്റിയില്ല, ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ കയറേണ്ടതാണ്. ഫ്രണ്ട്സ്, ഇവിടെ ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്. അഥവാ പുറം രാജ്യങ്ങളിലൊക്കെ ചെന്ന പോലത്തെ ഒരു ഫീല് നൽകണം അത്രയും ഭയങ്കര വലിയ ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ ഉണ്ട്. ഫ്രണ്ട്സ്, ഈ കാണുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ കവാടമാണ്. ഇവിടം ഉമ്മയുടെ ജന്മസ്ഥലം കൂടിയാണ്. അതാണ് ഞങ്ങൾക്ക് പരിചയമുള്ള നാടാണ്. പിന്നെ ഈ കാണുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെയൊക്കെ കടയൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. കാരണം ഇന്ന് ദേശീയ പണിമുടക്കായതുകൊണ്ടാണ്. ഞങ്ങൾ നേരത്തെയൊക്കെ വരുമ്പോൾ ഭയങ്കര തിരക്കും ബ്ലോക്കൊക്കെ ആയിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കാണുന്നത് ഹൈക്കോർട്ടിൽ നിന്ന് വല്ലാർപാടത്തേക്ക് പോകുന്ന റോഡിൻ്റെ അടുത്തുള്ള ഫ്ലാറ്റുകളാണ്. വല്ലാർപാടത്തേക്ക് കയറി കഴിഞ്ഞാൽ ആലുവയിലേക്ക് നല്ല സ്മൂത്ത് റോഡാണ്. പക്ഷേ ടോളും കൊടുക്കണം കേട്ടോ.
അപ്പോൾ ഫ്രണ്ട്സ് ഇതിനിടയിൽ ഒരു സംഭവം ഉണ്ടായി. ഹൈക്കോർട്ട് ജംഗ്ഷനിലെത്തിയപ്പോൾ ഉപ്പാക്കൊന്ന് പെറ്റിയടിക്കേണ്ടി വന്നു. പിന്നെ ഫ്രണ്ട്സ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഉപ്പ ഞങ്ങൾക്ക് വേണ്ടി വെള്ളം മേടിക്കാൻ വേണ്ടി കയറിയിട്ട് രണ്ടാമത് കയറിയപ്പോൾ സീറ്റ് ബെൽറ്റ് ഒന്ന് ഇടാൻ മറന്നുപോയി. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ ട്രാഫിക് നിയമങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഈ ഇവിടെയൊക്കെ പോകുമ്പോൾ ഈ മാസ്ക്, സീറ്റ് ബെൽറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഫ്രണ്ട്സ് ആ കാണുന്നത് ചീഞ്ഞവലയാണ്. ചീഞ്ഞവലയും കൊണ്ട് മീൻ പിടിക്കണതൊക്കെ ഇവിടെ സജീവമാണ്. ഫ്രണ്ട്സ് ആ കാണുന്ന പാലം കാണാൻ നല്ല ചേരാണല്ലേ. പിന്നെ ഇതേപോലെ ഒരുപാട് പാലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കയറുന്നതും ഈ പാലത്തിൽ തന്നെയാണ്. അല്ല ഇതല്ല ഒരു പാലത്തിൽ തന്നെയാണ്. അപ്പോൾ നമുക്കിങ്ങനെ പേരൊന്നും അറിയില്ല. ഇഷ്ടം പോലെ പാലങ്ങൾ, ഒരു പാലം കഴിഞ്ഞാൽ അടുത്ത പാലം, അടുത്ത പാലം അങ്ങനെയുള്ള കാരണം നമുക്ക് അങ്ങനെ പേരൊന്നും അറിയില്ല. എങ്കിലും അതിൻ്റെ സൈഡിലുള്ള ബ്യൂട്ടി നമ്മുടെ നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാക്കുന്ന ഒരു സൈസ് ബ്യൂട്ടിയാണ്. ഇങ്ങനത്തെ ബ്യൂട്ടികളൊക്കെ നമ്മളെ ഒരു തരത്തിൽ ആകർഷിക്കും. അപ്പോൾ ഭയങ്കര ഇതൊക്കെ കാണുമ്പോൾ ഒരു തരം ഫീലിംഗ് ആയിരുന്നു മനസ്സിലൊക്കെ. എന്താ പറയുക, നല്ല സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമാണ് കാണാൻ. എന്താ പറയുക, ചീഞ്ഞവല കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ ഒരുപാട് പാലം, ഒരു പാലം കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഇത് അങ്ങനെയൊക്കെ കാണണം. അത് പേരൊന്നും കിട്ടില്ല. പിന്നെ കാണാൻ അതൊക്കെ ചെറു തുരുത്തുകളാട്ടോ. ഇത് ഹാർബർ, ഇത് ഈ മറ്റേ മീൻ പിടിക്കാനുള്ള ബോട്ടുകളുടെ ഹാർബറാട്ടോ ഇത്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ ഫ്രണ്ട്സ് ഇതേപോലെയുള്ള കായലുകളുടെയൊക്കെ അടുത്തായിരിക്കും ഇങ്ങനെ മീനുകളൊക്കെ മീൻ കച്ചവടമൊക്കെ നടത്തുന്നത്. ഫ്രഷ് മീൻ കച്ചവടം കേട്ടോ, നല്ല മീനുകൾ. അപ്പോൾ ഫ്രണ്ട്സ് ചന്ദ്രൻ ഉദിച്ചു, അത് കാരണം ഞങ്ങൾ ഇനി പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ നമുക്ക് ഇനി പോയിട്ടുള്ളത് കാണാം. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ അറബിക്കടലിൻ്റെ റാണിയായ കൊച്ചിയെ കണ്ടില്ലേ? അതൊരു മോഡേണായ ഒരു റാണി. അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അസ്സലാമു അലൈക്കും, ടാറ്റ, ബൈ ബൈ. അപ്പോൾ ഇറ്റ്സ് മീ മുഹമ്മദ് ആയിൻ സൈനിങ് ഔട്ട്.